ഇവിടുത്തെ അമ്മ ഇതുവരെ എഴുന്നേറ്റില്ലേ? മനുഷ്യന് വിശന്നിട്ട് വയ്യ. പോയി അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാ തപ്പി നോക്കിയിട്ട് വരാം. ഞാനാണ് ശല്യം, എനിക്ക് പൊക്കി കളയാം. പോയി അടുക്കളയിൽ എന്തെങ്കിലും തപ്പി നോക്കട്ടെ, കഴിക്കാൻ എന്തെങ്കിലും കാണും. ഇന്ന് മണ്ടേ കയറി നോക്കാം. എന്റെ ദൈവമേ, ആ കോഴിയെല്ലാം തട്ടിയിട്ടെന്നാ തോന്നുന്നേ. ഇത് ഏത് വഴി കയറിയാന്തോ. ഒന്ന് ഉറങ്ങാൻ താമസിക്കത്തില്ല. എന്റെ ദൈവമേ, 8 മണിയായാ. പാവ വിശന്നിട്ടായിരിക്കും. ഇറങ്ങി വെളി ഇറങ്ങിയാച്ചോ, അരി കൊണ്ടിട്ട് ഇറങ്ങി വെളിയിലെ. ഈ കോഴികളെ കൊണ്ട് എനിക്ക് വയ്യന്റെ ദൈവമേ, എന്റെ പാത്രങ്ങളെല്ലാം എറിഞ്ഞിട്ട് പൊട്ടിച്ചല്ല. ഇറങ്ങി വെളിയിലെ. എന്താ ഇപ്പൊ എടുത്ത് ഇട്ട് കൊടുക്കാം? ഒന്നും വേവിച്ചില്ല, കുറച്ച് അരി ഇട്ട് കൊടുക്കാം. എന്റെ ദൈവമേ, മുട്ട ഇട്ടാ എന്തോ, ഒരു ദിവസം മുട്ട ഇടത്തില്ല. ഒന്നും കുറെ അരി വാരി ഇട്ട് കൊടുക്കണം. ഞാൻ കോഴി കൊത്തല്ലേ കോഴി, നിനക്ക് എന്നെ തീറ്റ കൊണ്ട് വന്നത്? ദൈവമേ, ഇങ്ങനെയുണ്ടാ കോഴികള്? എന്നെ ഒന്ന് പോവാൻ അനുവദിരേ. വെളിയിൽ വന്നേ ഇട്ടൊരത്തുള്ളൂ. വാ, അങ്ങോട്ട് വാ. നിന്നെ കണക്കല്ലേ താറാ കുഞ്ഞുങ്ങൾ നടക്കുന്നത്? നിനക്ക് അത്രത്തെ കൊമ്പെന്താ? വാ, എല്ലാരും വാ. കോഴി എത്ര തിന്നോണ്ട് പോറി. വാ, വേണേ വന്ന് തിന്നങ്ങോട്ട്. എല്ലാം തറയി വാരി ഇട്ടിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ അമ്മേ, ഇനി എപ്പോഴാ കല്യാണത്തിന് പോകുന്നേ? ഏട്ടനെ പോയി വിളിക്കട്ടെ. ഇനി 3 എണ്ണത്തിന് കുത്തി എളുപ്പിക്കുന്ന കാര്യം ഒന്നാമത്തെ പാട്. തണുപ്പത്ത് നല്ല സുഖമുണ്ട് കിടന്നുറങ്ങാൻ. ഏട്ടാ, ഏട്ടാ, ഇനി അങ്ങ് പോയി വിളിക്കണം. ദൈവമേ, പിള്ളേരെ വിളിക്കുന്നത് ഒന്നാമത്തെ പാട്. ഏട്ടാ, ഏട്ടാ, കല്യാണത്തിന് പോണ്ടേ? ഏട്ടാ, എനിക്കേട്ടാ. എന്താടി എന്തൊക്കെ? ഏട്ടാ, കല്യാണത്തിന് പോകാനുള്ളതല്ലേ? എന്ത് ദൂരം ഉണ്ടെന്ന് അറിയാമോ? എനിക്ക് നീ പിള്ളേരെ ഒന്ന് വിളിച്ചെണീപ്പിക്കേ. അപ്പോ അപ്പോ അമ്മോ, എണീറ്റേ. പൊതിച്ചു മൂടി കിടക്കാൻ നല്ല സുഖമുണ്ട്. ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റട്ടെ. പൊതിച്ചു മൂടി കിടക്കണല്ലേ എണീക്കാത്തത്? അപ്പോ ദേ കല്യാണത്തിന് പോകാൻ സമയമായി. എണീക്ക്, കുളിച്ച് റെഡിയായിട്ട് വാ. അപ്പൊ അമ്മ ഫുഡ് ഉണ്ടാക്കി വെക്കാം. പെട്ടെന്ന് വാ ഏട്ടാ. ഏട്ടാ, പിള്ളേരെ ഒന്ന് കുളിപ്പിച്ചു എടുക്കാം ഏട്ടാ. എനിക്ക് നിങ്ങൾ 3 പേര് കുളിച്ച് ചിലപ്പോൾ ഞാൻ വന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ കുളിക്കാൻ. എണീക്കേട്ടാ. ഓ, ഞാൻ എണീക്കാം. നീ പോയി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്ക്. പിള്ളേരെ ഞാൻ കുളിപ്പിച്ചു കൊടുക്കാം. എന്റെ ദൈവമേ, ഇതൊരു തണുപ്പായത്. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമോ? 10 മണിക്ക് ഇവിടെ ഇറങ്ങിയേ സമയത്തിന് അവിടെ എത്തത്തുള്ളൂ. ഞാൻ പോയി ചായയും കാപ്പിയും ഉണ്ടാക്കി വെക്കാം. അപ്പൊ നിങ്ങൾ പിള്ളേരെ കുളിച്ചിട്ട് വാ. അപ്പോ അമ്മോ, എണീറ്റ് വാ, അച്ഛൻ കുളിപ്പിച്ചു തരാം. വാ, വേഗം വാ. അടിക്കും കേട്ടാ, എണീറ്റില്ലെങ്കിൽ. തണുപ്പാ അമ്മേ, ഇനി കുളിക്കാനൊന്നും വയ്യ അമ്മേ. എടി, കല്യാണത്തിന് പോകാനുള്ളതാ. എണീക്ക്. വാ, അച്ഛൻ കുളിപ്പിച്ചാക്കി തരാം. വാ, കിണറ്റിന്റെ മുട്ടിലോട്ട് വാ. അച്ഛൻ വെള്ളം കോരി വെക്കാൻ പോവുക. സീതേ, നീ ഫുഡ് ഉണ്ടാക്കിട്ട് അങ്ങോട്ട് വാ കേട്ടാ. അമ്മ എണീക്ക്, അമ്മയുടെ അടി കിട്ടും. ഓ, കൊടോ സോപ്പോ എല്ലാം ഇവിടെ ഇരിക്കുകയല്ലേ, കൊണ്ട് കൊടുത്തിട്ട് വരാം. മക്കളെ ഒന്ന് എണീക്ക് മക്കളെ. ഏട്ട പോയോ? ആ, കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പോ എണീക്ക്. അമ്മേ, അച്ഛനും കിണറ്റിന്റെ മുട്ടിലോട്ട് പോയി. വാ, നമുക്ക് കുളിക്കാൻ പോവാം. എന്തൊരു തണുപ്പാടി, എങ്ങനെ കുളിക്കും? അമ്മയുടെ പറഞ്ഞ ചൂടുണ്ടാക്കി തരാം എന്തോ.
ഉണ്ടാക്കി തരും. അമ്മേ അമ്മയടുത്ത് പറ കൊടവും സോപ്പും കൂടെ എടുത്തോണ്ട് വരാൻ പറ. അച്ഛൻ എടുക്കാൻ മറന്നുപോയി. വേഗം വാ പിള്ളേരെ, നിങ്ങളെ കുളിപ്പിച്ച് അഴുക്കിട്ടോണ്ട് ഇനി കുളിക്കായി. അച്ഛൻ വെള്ളം കോരി വെച്ച് തരാം. പെട്ടെന്ന് വാ, സോപ്പ് എടുത്തോണ്ട് വന്നോ. അമ്മ എടുത്തോണ്ട് വരണച്ചാ. ഞാൻ ഫസ്റ്റ് എത്തിയ അമ്മ തോറ്റേ. എനിക്ക് കല്ല് പിടിക്കാണ്ട്. അമ്മോ ഞാൻ ഫസ്റ്റ് എത്തി. ഞാനാ ഫസ്റ്റ് വിളിക്കുന്നേ. ഇവിടെ കുളിസോ, നീ ഫസ്റ്റ് എത്തിയപ്പോ നീ ഫസ്റ്റ് വിളിക്കോ? ഞാൻ തന്നെ ഫസ്റ്റ് വിളിക്കുന്നേ. എനിക്ക് മുടിയൊക്കെ ഉണങ്ങാൻ തോനെ നേരം പിടിക്കും. അച്ഛാ എന്നെ കുളിപ്പിക്കണേ അച്ഛാ. പിന്നെ അച്ഛ എന്നെ കുളിപ്പിക്കത്തുള്ളൂ. കല്ല് പിടിക്കട്ടെ. എന്റെ കല്ല് കിട്ടി, എന്റെ കല്ല് കിട്ടി. രണ്ടുപേരും ബഹളം ഉണ്ടാക്കാൻ നിന്നേ. രണ്ടുപേരും അച്ഛൻ കുളിപ്പിച്ചു തരും. നിന്റെ അമ്മ കുളിപ്പിക്കുന്നതല്ല ഞാൻ കുളിപ്പിക്കുന്നേ. നിന്റെ അമ്മ കുളിപ്പിച്ച അഴുക്ക് മൊത്തം നിങ്ങളെ ദേഹത്ത് തന്നെ കാണും. അച്ഛൻ ഒന്ന് കുളിപ്പിച്ച് കാണിച്ചില്ല, നിങ്ങൾ ഇതിന്റെ ഇരട്ടി വെളുക്കും. എന്റെ അമ്മേ, അച്ഛ സോപ്പ് കണ്ണിലൊക്കെ മുച്ച് തേച്ച് നീട്ടി വെക്കണ എന്താടി, എനിക്ക് പേടിയാവുന്നു. അമ്മയാണെങ്കിൽ പതുക്കെ തേച്ച് തരത്തുള്ളൂ. സോപ്പ് വെക്കുന്നോണ്ടാ നിന്റെയൊക്കെ പുറത്ത് ദേഹത്ത് അഴുക്കൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ. അമ്മയെ പറ്റി നുണ പറയുന്നേ. കുളിക്കാൻ തന്നെ സോപ്പ് എടുക്കത്തില്ല, കുടം എടുക്കത്തില്ല, ഒന്നും എടുക്കത്തില്ല. ഉറങ്ങി ഒരു ഒറ്റ ഓട്ടം കിടക്കിയ ബോട്ടിലേക്ക് ഞാൻ എന്റെ പിറകെ ഞാൻ കൊണ്ട് നടക്കണം. കുടവും സോപ്പും ചീപ്പും കണ്ണാടിയായിട്ട്. പിള്ളേരെ ആ ഡ്രസ്സൊക്കെ നൂരിയേ പിള്ളേരെ. സോപ്പും കലവും എല്ലാം വെച്ചിട്ടുണ്ട് ഏട്ടാ. എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട്, ഞാൻ പോവാ. മക്കളെ ഡ്രസ്സൊക്കെ ഊരിയിട്ടെന്ന് കുളിക്ക്. കുഴി ഒരുപാട് അഴുക്കുണ്ട് നിങ്ങളെ പിറത്തൊക്കെ. ഞാൻ തന്നെ ഊരാ. അച്ഛാ എന്റെ പുറത്ത് വെള്ളം വീത്ത ഞാൻ ഊരി തീർന്ന അച്ഛാ. ഞാനും ഊരി തീർന്ന അച്ഛാ. എന്റെ പുറത്ത് വെള്ളം വീത്ത അച്ഛാ. അച്ഛൻ തന്നെ കുളിപ്പിക്കാൻ ഒന്നും മിണ്ടാ നിൽക്കാൻ പറ്റുമോ? അച്ഛൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി ഇടട്ടെ. വെള്ളം കോരല്ലേ കുളിക്കാൻ പറ്റൂ? ഓരോരുത്തരായിട്ട് വാ, അച്ഛൻ കുളിപ്പിച്ചു തരാം. ഒരുമിച്ച് കുളിപ്പിച്ചാക്കി തരാം. നിങ്ങൾ ഇവിടെ കിടന്ന് പന്തായൊന്നും വെക്കണ്ട. ഫസ്റ്റ് കുളിക്കണം, സെക്കൻഡ് കുളിക്കണമെന്നും പറഞ്ഞു. ഒന്ന് മിണ്ടാ നിന്നേ. അമ്മോ ആ മുടിയൊക്കെ ഒന്ന് ഔത്തിട്ടെ അമ്മോ. വെള്ളം നനയണ്ടേ? കെട്ടിയൊക്കെ വെച്ചിരുന്ന എങ്ങനെ നനയുന്ന മുടിയൊക്കെ? ഔത്തിട്. ഇങ്ങനെയാണോ കുളിക്കാൻ വരുന്നേ? പതപ്പിച്ച് അങ്ങോട്ട് കുളിപ്പിക്കണം. ഒരുപാട് അഴുക്കുണ്ട് പുറത്തൊക്കെ. പതപ്പിച്ചെടുക്കണം. അറിയാതിരിക്കാമോ? അച്ഛ പതുക്കെ നീറയൊന്നുമില്ല, പതുക്കെ തന്നെ തേക്കുന്നേ. കാലൊക്കെ ഇരിക്കുന്ന അഴുക്ക് കണ്ടില്ലേ? കാലൊക്കെ തേച്ച് ഒരച്ചോണ്ട് കഴുകണ്ടേ? കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അന്ന് ഈ പതയൊക്കെ ഒന്ന് അടിച്ച് കഴുകി കളയട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് മൊത്തം പതയായിരിക്കും. ും മൂന്നാലാടും ചെല്ലപ്പങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. അത് കളിച്ചോണ്ടെന്നല്ല, നിന്റെ അമ്മ ഇപ്പൊ തുള്ളിക്കൊണ്ട് വരും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൊള്ളണം. പെട്ടെന്ന് ഇങ്ങ് ഇറങ്ങ്. അമ്മോ
ഒരു നീന്തൊക്കെ നീന്തി ഇറങ്ങ്. അയ്യോ എന്റെ പെര മൊത്തം പാക നിന്റെ മുടിയിലിരുന്ന പതയാടി ഇതത്തറി. മതി മതി, ഇനി നിന്നാ ജലദോഷം വല്ല പിടിക്കും. മതി, ഇനി അച്ഛൻ കുളിക്കാനുള്ള വെള്ളം കോരട്ടെ. ഇതൊന്നും ഇത് എന്തുവാ കാണിക്കുന്നേ? ജലദോഷം വിരത്തേ ഉള്ളൂ. മതി പിള്ളേർ കേറുള്ളവരെ ഇങ്ങോട്ട്. ഇത്ര നേരം വെള്ളത്തിൽ കിടക്കുന്നു. വരട്ടൊന്നും കണ്ടില്ല വരട്ടാ. ഇങ്ങോട്ട് വാ, തല ഒളിച്ചേരാം. വാ വെള്ളം കോരി വെച്ച് തരാം. വാ, ഞാൻ കുളിച്ചു തീരാറായി. ഇവിടെ പണിയുണ്ട് ഏട്ടാ, ചെയ്ത് തീർന്നിട്ട് വന്ന് കുളിച്ചോളാം. മക്കളെ, ഞാൻ നിങ്ങളെ അമ്മയ്ക്ക് ഞാൻ ഒരു പണിയെടുക്കാൻ പോവുകയാണ്. നീ കുളിക്കുന്നില്ലേ? പണിയുണ്ട് ഏട്ടാ, അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചോളാം. നിങ്ങൾ കുളിക്കേ. കുളിക്കണ്ട, നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് കുളിച്ചാൽ മതി കേട്ടാ. മക്കളെ, അച്ഛൻ കാണിക്കാൻ പോകുന്ന കണ്ടോ? നല്ല തണുക്കുന്നുണ്ട്. പ്ലീസ് ഏട്ടാ, ഇനി നല്ല അച്ഛനും മക്കൾക്കും എന്റെ ദൈവമേ, എങ്ങനെ കിച്ചണിൽ കയറി നനഞ്ഞോണ്ട് മിണ്ടത്തില്ല. ഏട്ടൻ മിണ്ടത്തില്ല. പോ. അയ്യോ, എന്ത് രസല്ലേ. നോക്കിക്കോ, വേറെ ഫുള്ള് നനഞ്ഞു.